നമുക്കറിയാം, ഈ അടുത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഖാദി ഫൗണ്ടേഷനും പാണക്കാട് തങ്ങന്മാരുടെ കീഴിലുള്ള മഹല്ലുകളെ, സമസ്തയുടെ കീഴിൽ ഇത്രകാലം നടന്നു പോന്നിരുന്ന മഹല്ലുകളെ, അതിൽ തന്നെ പാണക്കാട് തങ്ങന്മാർ ഖാദിയായിരിക്കുന്ന മഹല്ലുകളെ വേർതിരിച്ചുകൊണ്ട് ഒരു ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു കൂട്ടായ്മ വേറെ തന്നെ രൂപീകരിക്കുകയും ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതിനൊടുവിൽ ഇപ്പോൾ ഇതാ നമ്മുടെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെ ഖാദി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടന്നു കഴിഞ്ഞു. അതിലെ ഒരു ഖാദി പ്രസംഗിച്ച ഒരു പഴയകാല പ്രസംഗം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാന്തപുർ ഉസ്താദ് അടക്കം ആ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി വരുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ഏതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ഖാദിയുടെ, സുന്നികളുടെ ഖാദിയുടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്ന ജനങ്ങളുടെ മഹല്ലിലെ ഖാദിയായി നിയോഗിക്കപ്പെട്ട ആ ഒരു ഖാദിയുടെ പഴയകാല പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. നിരവധി കേസുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10ഓളം മഹലിൻ്റെ ബന്ധപ്പെട്ട വിഷയമായി ബന്ധപ്പെട്ട്, മഹല്ല് ഭരിക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം. വ്യത്യസ്ത ആശയം ഉണ്ടാവും, വ്യത്യസ്ത ആദർശം ഉണ്ടാവും. ആശയാദർശങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സമാന മനസ്സരായിട്ടില്ല, എല്ലാവരും ഒരേ മനസ്സ്, എല്ലാവരും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല. പക്ഷേ പള്ളികളുടെ കാര്യത്തിൽ വരുമ്പോൾ, പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി. ഇന്നലെ ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ, കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ഇലക്ഷൻ നടത്തിയ പള്ളിയാണ്. അവിടെ ഭിന്നത രൂക്ഷമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയകാലം അവർ മറന്നില്ല, അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഞാൻ പറഞ്ഞു, വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ പിടിച്ച പോലെയല്ല ഇലക്ഷൻ നടത്തിയ കമ്മിറ്റി വരണ്ട. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമ്പോഴുന്ന ഒരു പ്രദേശമാണ് മഹല്ല്. അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവാം, വ്യത്യസ്ത ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവാം. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് മഹലിൻ്റെ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത്. സംഘടനക്കാൾ വലുത് ഇസ്ലാമിൻ്റെ സമുദായമാണ്. സമുദായത്തിൻ്റെ നന്മ ലക്ഷ്യമാണ്. സമുദായം കഴിഞ്ഞിട്ടേ സംഘടന വരുന്നുള്ളൂ. ഒരു മഹലിൽ ചിലപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളുകളുണ്ടാകും, അവരെയും കൂടി കൂട്ടണം. അവരുടെ ഭാഗമാണ്, ആ മഹലിൻ്റെ ഭാഗമാണ് അവർ. എൻ്റെ മഹലിലുള്ള എൻ്റെ പള്ളിയുടെ അയൽവാസിയായ അശോകനോ രാമചന്ദ്രനോ മഹലിൻ്റെ ഭാഗമാണ്, പുറത്തല്ല. അവരും കൂടി ഉൾക്കൊള്ളണം. അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും അവർ മഹലിൻ്റെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് അവർ. അല്ലാഹു നമ്മെ എല്ലാ രീതിയിലും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ISM നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വാഹിർ ദഅവാന. അപ്പോൾ അതാണ്, നമുക്കറിയാം, കേരള മുസ്ലിമീങ്ങളിലെ ബഹുഭൂരിപക്ഷവും ഒരു വലിയ വിഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്നവരും അത് അംഗീകരിച്ച് ജീവിക്കുന്നവരുമായ സുന്നികളാണ് എന്ന് നമുക്കറിയാം. ഈ സുന്നികളുടെ ഒരു വലിയ സംഘടനയാണ് സമസ്ത ഇരുവിഭാഗവും. എന്തിനാണ് ഇവിടെ സമസ്ത രൂപീകരിക്കപ്പെട്ടത്? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പിഴച്ച വാദമുള്ള ആളുകൾ ഇവിടെ രംഗപ്രവേശനം നടത്തുകയും തനതായ മുസ്ലിമീങ്ങളെ ഈ പുത്തനാശയം കുത്തി നിറച്ചുകൊണ്ട് അവരുടെ ഈമാനിനെ കേടുവരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് സമസ്തയുടെ രൂപീകരണം ഇവിടെ ആവശ്യമാണ്. ഇത്തരം പുത്തനാശയക്കാരെ നേരിടുവാൻ വേണ്ടി സമസ്ത എന്ന സംഘടന രൂപീകരിക്കുകയും സമസ്തയുടെ കീഴിൽ ഇത്തരത്തിൽ പുത്തൻവാദികളെ നേരിടുകയും ചെയ്തു. സമസ്തയുടെ ഉത്ഭവം തന്നെയാണ് കേരളത്തിലെ സുന്നികൾക്ക് ഇത്രയും അഭിമാനമുള്ള നേട്ടമുണ്ടാക്കുവാനും ഇത്രയും വലിയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, മദ്രസ പോലെയുള്ള പഠന രീതികളും മറ്റുമൊക്കെ വന്ന് സാധാരണക്കാരെയും ഒക്കെ നല്ല രീതിയിൽ ഉന്നതിയിലെത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞത്. അപ്പം ഈ സമസ്ത തന്നെയാണ്, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമാണ് തങ്ങന്മാരെ ഏറെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് ഇവിടെ പഠിപ്പിച്ചത്. അഹ്ലുബൈത്തിനെ ആദരിക്കണമെന്ന ഇസ്ലാമിൻ്റെ നിയമം നമുക്കറിയാം. ഇവിടുത്തെ പുത്തൻവാദികൾക്ക് അങ്ങനെ ഒരു അഹ്ലുബൈത്തിനോടൊരു പ്രത്യേകിച്ചൊരു
ഇഷ്ടമോ അത്തരത്തിലൊരു സ്നേഹമോ അവർക്കില്ല. പാണക്കാട് തങ്ങന്മാർ ഇവിടെ വലിയ ചികിത്സ നടത്തുന്നു, മന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പിടിച്ചുകൊണ്ട് വിദേശത്തും മറ്റുമൊക്കെ കാണിച്ച് ഇകയ്ത്തുവാനും അവരുടെ വില കുറച്ച് കാണുവാനും ഒക്കെ ശ്രമിക്കുന്ന ഇവിടുത്തെ പുത്തൻവാദികൾ സമൂഹത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ സുന്നികൾ ഇവർക്ക് നൽകിയ, തങ്ങന്മാർക്ക് നൽകിയ വിലയും മതിപ്പും കണ്ടുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ അവരെ സ്റ്റേജുകളിലേക്കും ISMൻ്റെയൊക്കെ ചില പരിപാടികളിലേക്കുമൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെയൊക്കെ അമരത്തേക്ക് വരുന്ന സമയത്ത് സമൂഹത്തിലൊരു പേരുണ്ടായപ്പോൾ എത്തരത്തിലാണ് ഉന്നതിയിലെത്തിയതെന്ന് ഞാൻ പറഞ്ഞു. സുന്നികളാണ് തങ്ങന്മാരെ, അവർക്ക് വിവരമുണ്ടെങ്കിലും ആത്മീയപരമായി ദീനിൻ്റെ വിവരമുണ്ടെങ്കിലും വിവരമില്ലെങ്കിലും പണ്ഡിതനാണെങ്കിലും അല്ലെങ്കിലും ഒരു തങ്ങളെന്ന നിലക്ക് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അത് വലിയ പുണ്യകർമ്മമാണെന്നും ഇസ്ലാമിൻ്റെ രീതിയാണെന്നും പഠിപ്പിക്കുകയാണ്. അപ്പം അത്തരത്തിൽ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം, പാണക്കാട് തങ്ങന്മാർക്ക് സമൂഹത്തിൽ വലിയ നിലയും വിലയും സുന്നികൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സമസ്തയുടെ നിയമത്തെ ഭേദിച്ചുകൊണ്ട് ആ സമസ്ത ഇവിടെ പഠിപ്പിച്ചത് എന്താണോ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ കേട്ട പുതിയ ആ ഖാദി പല സമയങ്ങളിലും മുജാഹിദ് വേദിയിൽ പോയി പ്രസംഗിക്കുകയുണ്ടായി. ഈ ഖാദിമാരിൽ പലരും സമസ്തയുടെ നിയമം നമുക്കറിയാം, പഴയകാല മദ്രസയുടെ പുസ്തകങ്ങളിലൊക്കെ കാണാം. ഈ പുത്തനാശയക്കാരോട് സലാം പറഞ്ഞാൽ അവർ സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല, അവരോട് അവരെ പ്രസംഗം കേൾക്കേണ്ടതില്ല, അവരെ ദീനിൻ്റെ വിഷയത്തിലുള്ള ക്ലാസ് കേൾക്കൽ പോലും ഹറാമാണെന്ന് ഒരു അക്കശിക്കയുമില്ലാതെ പറഞ്ഞു. കാരണം സാധാരണക്കാർ ഇവരെ പ്രസംഗം കേട്ടാൽ അവർക്ക് സംശയം വരികയും അവർക്ക് ഇവർ പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോവുകയും ഒരുപക്ഷെ ഈമാനിന് കേട് സംഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പ്രസംഗം കേൾക്കലും ഇവരുടെ സദസ്സിൽ പങ്കെടുക്കലും തന്നെ പോലും തെറ്റാണ്, അത് ഹറാമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞു. അപ്പം അത്തരത്തിൽ പറഞ്ഞ സമസ്തയുടെ തണലിൽ വളരുന്ന ചില ആളുകൾ ഇപ്പോൾ നമുക്കറിയാം, അവർ പറയാണ് എല്ലാവിധ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ തങ്ങളുടെ അഭിപ്രായം വളരെ മോശമായി പോയി. ഒരു പഴയകാല പ്രസംഗമാണെങ്കിൽ കൂടി എങ്ങനെയാണ് സുന്നികളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവരെയും അത് ഉൾക്കൊള്ളാത്ത ആളുകളെയും ഒക്കെ മഹല്ലിൻ്റെ കമ്മിറ്റിയിൽ ഒരുമിപ്പിക്കുകയും, നമുക്കറിയാം സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലിൽ ഒരു മുജാഹിദിൻ്റെയോ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെയോ ആൾ കടന്നു വന്നാൽ അവരംഗീകരിക്കാത്ത മൗലിദും പരിപാടികളും അതുപോലെ ദിക്റിൻ്റെ സദസ്സുകളും അതുപോലെ നമുക്കറിയാം നബിദിന പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ചെയ്യുക? നബിദിന പരിപാടി നടക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളുകളും നടക്കണമെന്ന് പറയുന്നവരും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരും റസൂലുള്ളാഹിനെ ഇകയ്ത്തുന്നവരും ഒരുപോലെ ഒന്നായ ഒരു കമ്മിറ്റിയിൽ പള്ളിയിൽ ഉണ്ടാവണം. അത് അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഇവിടെ ഈ ഖാദി പ്രസംഗിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഒരു മഹല്ലിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും, അതിൽ അമുസ്ലിമീങ്ങളൊക്കെ ഉണ്ടാവും. ആ മുസ്ലിമീങ്ങളൊക്കെ മഹല്ലിൻ്റെ ഭാഗമാണ്, അവരെയും കൂടി ചേർത്ത് പിടിച്ച് അവരെയൊക്കെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അമുസ്ലിമീങ്ങളൊന്നും നമ്മൾ വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ കമ്മിറ്റിയിൽ വന്നോളണമെന്നില്ലെങ്കിലും മുജാഹിദുകൾ കേരളത്തിൽ പല, പ്രത്യേകിച്ച് ഈക്ക സമസ്തയുടെ പല മഹല്ലുകളിലും അവർ കയറിക്കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, സത്താർ പന്തല്ലൂരിൻ്റെയൊക്കെ ഈ അടുത്ത് നടന്ന ചില പ്രസംഗങ്ങളിൽ അത്തരത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് തന്നെ ഈക്ക സമസ്തയുടെ മഹല്ലുകളിൽ കയറി കൂടുന്നുണ്ട്. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ അംഗീകരിക്കുന്ന മഹല്ലുകളിലെ ഇത്തരം ഖാദിമാർ തന്നെ ഇത്തരത്തിൽ മുജാഹിദുകൾക്ക് വെള്ളപൂശിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുമ്പോൾ അത് സുന്നികളെ അത് ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ അംഗീകരിച്ചു പോകുന്ന സുന്നികളായ സാധാരണക്കാർ ഇത് ശരിയാണോ, ഇത്ര നാളും സമസ്ത പറഞ്ഞ വിഷയത്തിൽ, സമസ്ത പഠിപ്പിച്ച വിഷയത്തിൽ നിന്ന് തെന്നിമാറിയൊരു ആശയമുണ്ടാകുമ്പോൾ ഇനി കുറച്ചു കാലവും കൂടി കഴിഞ്ഞാൽ അവർക്ക് സലാം പറഞ്ഞാൽ മടക്കാം, പ്രശ്നമില്ല,
അവരുടെ അവർ ഇമാമായി നിന്നാൽ അവരുടെ ജുമാഅത്തിൽ മലയാള ഖുത്ബ ഓതുന്ന ജുമാഅത്തിൽ പങ്കെടുക്കാം എന്നൊക്കെയുള്ള വാദങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറയൽ നിർബന്ധമായത് കൊണ്ടായിരിക്കാം നമ്മുടെ കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. നമുക്ക് അതൊന്ന് കേൾക്കാം. മഹല്ല് കമ്മിറ്റി ഒരു ഖാദി ഉണ്ടായാൽ അയാളെ ചുമതല ആ നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒപ്പിച്ച് കൊണ്ടുപോകലാണ് എന്നൊക്കെ ചിലർ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂലിന് ചീത്ത പറയുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂലിന് മദ്ഹ് പറയുന്നവരെയും രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒപ്പിക്കാൻ സാധിക്കുകയില്ല. അത് ഒപ്പിക്കുകയും ചെയ്തുകൂടാ. ഇന്ന് നിങ്ങൾ നോക്ക്, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി രണ്ട് പാർട്ടിയാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മുബ്തദീങ്ങൾ. ഈ രണ്ട് കക്ഷികളും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറും സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യനായി ജീവിച്ചു, സാധാരണ മനുഷ്യനായി മരണപ്പെട്ടു പോയി. ആ മരിച്ചതിൻ്റെ ശേഷം ഭൂമിയിൽ വെക്കുകയായിരുന്നു എങ്കിൽ നബി തങ്ങൾ മറ്റുള്ള മൃതദേഹങ്ങളെ പോലെ വാർത്തനിച്ച് ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖബറിൽ ഖബറടക്കം ചെയ്യുന്നത്. അങ്ങനെ ആ ഖബറിൽ മണ്ണോട് ചേർന്ന് പോയി തുരമ്പിപ്പോയി എന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വായനക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കാന്തപുരം ഉസ്താദിൻ്റെ നയം ഈ വിഷയത്തിൽ വളരെ വ്യക്തവും കറക്റ്റുമാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലിനെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും മദ്ഹ് ചൊല്ലണമെന്ന് പറയുന്നവരും മദ്ഹ് ചെല്ലരുതെന്നും അള്ളാഹുവിൻ്റെ റസൂലിനെ കിട്ടുന്ന വേദികളിലൊക്കെ ഇകയ്ത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുമായ ആളുകൾ ഒരു കോലത്തിലും മുഹമ്മദ് നബി മക്കയിൽ ജനിച്ച ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്നും ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളും ഒരിക്കലും യോജിച്ചുകൊണ്ട് ഒരു മഹലിൽ പോകുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹല്ലുകളിൽ മാസാന്തവും അതുപോലെ വർഷത്തിലും പ്രത്യേകിച്ച് നബിദിനത്തിൻ്റെ റബീഉൽ അവ്വലിലൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഓതുന്ന പരിപാടികളും വലിയ സന്തോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് സാധാരണയാണ് കേരളത്തിൽ. അപ്പോൾ അത്തരത്തിൽ നബിദിന പരിപാടികളും മറ്റുമൊക്കെ നടക്കുന്ന മഹല്ലിൽ ഇത്തരക്കാരായ ആളുകളെ ഒരാളെങ്കിലും പെട്ടാൽ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ ആദ്യം പറയും, എന്ത്, നമുക്ക് ഈ പായസ വിതരണം അങ്ങ് നിർത്തിക്കളയാം, അവർ തൽക്കാലം ഘോഷയാത്ര മാത്രം നടക്കട്ടെ എന്ന് പറയും. അടുത്ത കൊല്ലം പറയും, എന്ത്, ഈ ഘോഷയാത്രയും പായസമൊന്നും വേണ്ട, ഏതായാലും കുട്ടികൾ ഇന്നലെ ഒരുപാട് പ്രസംഗിച്ച് ഒരുപാട് പാട്ടുപാടിയൊക്കെ തളർന്നതല്ലേ, നമുക്ക് ഈ പ്രാവശ്യം അതങ്ങ് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നോരോന്ന് ഓരോ വർഷം ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ ഒന്നോ രണ്ടോ തന്നെ കമ്മിറ്റിയിൽ കുടുങ്ങിയാൽ അവരുടെ ശ്രമമുണ്ടാകും. ചിലപ്പോൾ സാധാരണക്കാരായ സുന്നികൾക്ക്, കമ്മിറ്റിയിലുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ പോലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അവർ കയറി ഇടപെടുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഉസ്താദ് പറഞ്ഞത്, റസൂലുള്ളാഹിനെ ആദരിക്കുന്നവരും റസൂലുള്ളാഹിനെ ഇകയ്ത്തുന്നവരുമായ ആളുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു മഹല്ലിൽ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് സംയോജിപ്പിക്കലാണ് ഖാദിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നവർ, അത് തെറ്റായൊരു ധാരണയാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്താണ് മുബ്തദീത്ത്, എന്താണ് ഇവിടെ മുജാഹിദ്, എന്താണ് ജമാഅത്തെ ഇസ്ലാമി, എന്താണ് പുത്തനാശയമെന്ന് മഹല്ലിലെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ് ഒരുപക്ഷെ ഒരു മഹല്ല് ഖാദിയുടെ, ഒരു മഹല്ലിലെ ഉസ്താദിൻ്റെ, ഒരു മഹല്ലിലെ പണ്ഡിതൻ്റെ കടമയെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് വിപരീതമായി എല്ലാവരുടെയും നേതാവായി കളയാം, എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരാളായി കളയാം. അത് ഒരുപക്ഷെ പുത്തനാശയമായാലും കുഴപ്പമില്ല, റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, അവരും കൂടി നമ്മളെ കീഴിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവരെ പരിപാടിയും കൂടി ഞങ്ങൾ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചമാകും എന്ന് തോന്നുന്നതും അത്തരത്തിലൊക്കെ പ്രസംഗിക്കുന്നതും അത്തരത്തിലൊക്കെ ആരുടെയെങ്കിലും നേതാവായാൽ മതി എന്നൊക്കെയുള്ള ആ രീതിയിലേക്കും ആശയത്തിലേക്കൊന്നും നമ്മൾ ചെറുതാവാൻ പാടില്ല. പ്രത്യേകിച്ച് തങ്ങന്മാരെ
കേരള മുസ്ലിമീങ്ങൾ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത് ഇത്രകാലം കൊണ്ടുപോയതാണ്. അതൊക്കെ നിലനിർത്തുവാൻ കൂടി ഇത്തരം ഖാദിമാർ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് നമുക്ക് വേറെ ഒരു ഖാദിയുടെ പ്രസംഗം, ഒരു പഴയകാല പ്രസംഗം കേൾക്കാം. ഈ ഒരു സമ്മേളനത്തിന് വരുമ്പോൾ പല ആശങ്കകളും ആകാംക്ഷകളൊക്കെ ഉണ്ട് എന്നത് ഒരു സ്വാഭാവികമാണ്. എൻ്റെ ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്തമാണിത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഇത്ര മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ ഇതിന്റെ സംഘാടകർ, ഇതിന്റെ നായകത്വം വഹിക്കുന്ന ഉദ്ലക്കോയ മദനിയും മജീദ് സലാഹിയും വന്നപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടായി. അത് ഞങ്ങൾക്ക് കൂടിയിട്ടുള്ള അംഗീകാരമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ആ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, മുനവറിൽ തങ്ങൾ എന്നത് ഞാനടക്കമടങ്ങുന്ന ആളുകൾ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് അഹ്ലുബൈത്താണ്. അതിൻ്റെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ സംസാരവും സൗമ്യതയും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാനുഷിക സ്വഭാവമുള്ളൊരു വ്യക്തി കൂടിയാണ് മുനവറിൽ തങ്ങൾ. പക്ഷെ അത്തരത്തിൽ തന്നെ ബഹുമാനാദരവോട് നിറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഒരു മുജാഹിദ് വേദിയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ഇവിടെ കേട്ടത്. ഇതിൽ പറയുന്നത്, ഈ വേദിയിൽ പ്രസംഗിക്കുന്നത് അത് എൻ്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. അതുപോലെ അബ്ദുല്ലക്കോയ മദനിയൊക്കെ എന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ അതൊരു വലിയ അംഗീകാരമായി കാണുന്നു. ഏത്, ഒരു പുത്തനാശയക്കാരായ ആളുകൾ അവരുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അതൊരു വലിയ അംഗീകാരമായി കാണുന്നു എന്ന് പറയുകയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഖാദി അല്ലെങ്കിൽ ഒരു തങ്ങൾ. അപ്പം ഈ ഒരു ആശയം തികച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരാണ്. അത് സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താവുന്നത്? പുത്തൻവാദികളുടെ സദസ്സിൽ പങ്കെടുക്കലും പുത്തൻവാദികളുടെ പ്രസംഗം കേൾക്കലും ഹറാമാണ്. അവരുടെ പ്രസംഗം കേട്ടാൽ ഒരുപക്ഷെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക് അക്കശക്കയുണ്ടാവുവാനും സംശയങ്ങൾ ഉടലെടുക്കുവാനും അവരുടെ ഈമാനിന് കേടുവരുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സമസ്ത നമ്മളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കൂ, അത് ഹറാമാണെന്ന് തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചു. പുത്തൻവാദികളായ ആളുകളുടെ സദസ്സിൽ പോയിരിക്കൽ ഹറാമാണെന്ന് പറയുമ്പോൾ എത്തരത്തിലാണ് മുനവറിൽ തങ്ങൾ പറയുന്നു, ഇവിടെ വരൽ ഒരുപക്ഷെ റസൂലുള്ളാഹിന്റെ സുന്നത്തിൻ്റെ ഭാഗമാണ്, ഇതൊരു വലിയ കടമയും കടപ്പാടുമാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രസംഗങ്ങൾ എങ്ങനെയാണ് നടത്താൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. എത്രയായാലും നമുക്കറിയാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുന്ന ജനങ്ങൾക്ക് ഖാദിയാകുമ്പോൾ നമുക്കറിയാം, അത് ഇൽമിൽ വലിയ പാണ്ഡിത്യമുള്ള ആളുകളും ഇൽമു കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരും സുന്നികളായ ആളുകൾക്ക് ഫത്വ കൊടുക്കുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ സമയങ്ങളിൽ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുവാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് ഖാദിയാവേണ്ടതെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. കേരളത്തിൽ ഇരു സമസ്തകളുമായി വലിയ പണ്ഡിത വ്യൂഹം തന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ സുന്നികൾക്ക് നേതൃത്വത്തിന് പണ്ഡിതന്മാരുടെ ഒരു പഞ്ഞവും കുറവുമില്ലാത്ത കാലത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ദീനിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സുന്നികൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എപ്പോഴും പണ്ഡിതന്മാരെയാണ് എന്ന് ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.